ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ലോഡിങ് സോൾട്ട് നമ്മുടെ ഉപ്പേ. അപ്പോൾ ഞാനിപ്പോൾ അത് ഗുജറാത്തിൽ കാണ്ട്ല എന്ന് പറഞ്ഞ പോർട്ടിലാട്ടോ. നല്ല വലിയ പോർട്ടാണ്, പക്ഷേ എന്താ കാര്യം സെക്യൂരിറ്റി ലെവൽ 2 വന്നതുകൊണ്ട് നമ്മൾ പുറത്തിറക്കില്ല. ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യയിലൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ലോഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിങ്ങനെ ട്രക്കിലൂടെ നമ്മുടെ കപ്പലിൻ്റെ സൈഡിലിടും, അത് നമ്മുടെ കപ്പലിൽ ക്രെയിൻ വെച്ച് നമ്മുടെ കപ്പലോട്ട് എടുത്തിടും. സംഭവം അത്ര ഹൈജീനൊന്നും അല്ല കേട്ടോ, പക്ഷേ ആരും പേടിക്കണ്ട, നമുക്ക് കഴിക്കാനുള്ള ഉപ്പൊന്നും അല്ല കേട്ടോ. ഇത് മറ്റേ കെമിക്കൽ ആസിഡൊക്കെ ഉണ്ടാണ് ഉപ്പാട്ടോ, കല്ലുപ്പാട്ടോ കേസ് നമ്മൾ ലോഡ് ചെയ്യണേ. പിന്നെ ട്രക്കുകൾ ഇങ്ങനെ വരി നിൽക്കട്ടെ നമുക്ക് കപ്പലിലേക്കുള്ള ഉപ്പുമായിട്ട്. അപ്പോൾ ഒരു ചേട്ടോടെ കിളികൾക്ക് ഫുഡ് കൊടുക്കും. ഇങ്ങനത്തെ കിളികൾ ഞാൻ നാട്ടിൽ കണ്ടിട്ട് ഒരു വൈറ്റ് ഇടയിൽ ഒരു കാക്ക നിൽക്കുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഈ കിടക്കുന്നത് മറ്റേ വിൻഡ് മില്ലിൻ്റെ ബ്ലേഡ്സ് ആട്ടോ, മറ്റേ കാറ്റാടിയുടെ ഇല്ലേ. ഇനി ഈ ഉപ്പ് ഗോവയിൽ കൊണ്ട് ഇറക്കിയിട്ട് വേണം ഈ വിൻഡ് മില്ല് എടുത്തിട്ട് US പോകാൻ. അതാണ് നമ്മുടെ അടുത്ത് പോയിട്ടാ. അപ്പോൾ ഉപ്പൊക്കെ ഏകദേശം അവർ ലോഡ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഫുള്ള് നിറയ്ക്കണില്ല കേട്ടോ, ഒരു 28,000 ടണ്ണാണ് നമ്മൾ നിറയ്ക്കണല്ലോ. അങ്ങനെ നമ്മുടെ ലോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഗോവയ്ക്ക്. 2 ദിവസത്തെ യാത്രയുടെ നമുക്കുള്ളത് ആകൂടിയിട്ട്. ഇനി ഗോവയിൽ പോയിട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ പറ്റിയാൽ മതി എന്നുള്ള മൈൻഡാണ് എല്ലാവരും നിൽക്കണം. കാരണം 2-2.5 മാസമായി കരയിൽ കാലുകുത്തിയിട്ട്. അങ്ങനെ നമ്മൾ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ ഗോവയിൽ എത്തിയിട്ട്, ഗോവയിലല്ല ആക്ച്വലി ഗോവേൻ്റെ ബോർഡറാണ് കാർവാർ എന്ന് പറഞ്ഞ പോർട്ടിലെത്തിയിട്ടാണ്. അടിപൊളി ബ്യൂട്ടിഫുൾ പോർട്ട്, ബീച്ചും ഫിഷിംഗ് ഹാർബറും പിന്നെ മലകളും ഐലൻഡൊക്കെ ആയിട്ട്. പക്ഷേ ഇവിടെയും നമ്മൾ പുറത്തിറക്കില്ല എന്ന് പറഞ്ഞു. ഇന്ത്യൻ രജിസ്റ്റേർഡ് ഷിപ്പുള്ള ഇന്ത്യക്കാർ ഇറക്കുള്ളൂ. നമ്മുടെ ഇന്ത്യൻ രജിസ്റ്റർ ഷിപ്പല്ല, നമ്മുടെ ഫോറിൻ രജിസ്റ്ററാണ്. അപ്പം നമ്മൾ 3G ഗൈസ്. അങ്ങനെ അവിടെ ഡിസ്ചാർജ് എന്ന് പറയും. നമ്മൾ കൊണ്ടുവന്ന് ഉപ്പൊക്കെ അവർ നേരെ കരയിലോട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഒരു പേലോഡർ വെച്ച് ട്രക്കിലിട്ട് അങ്ങനെയായിട്ട് അവർ കൊണ്ടുപോകണത്. ഏതോ കെമിക്കൽ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുപോകണത് അവർ. ഡിസ്ചാർജ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കപ്പൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോൾ അവിടെ ബീച്ചിലൊക്കെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ ചെയ്യുക, നമുക്കിങ്ങനെ സൂം ചെയ്ത് കാണാനുള്ള യോഗമുള്ളൂ. പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലല്ലോ. ഇന്ത്യയിൽ എത്തിയിട്ടൊന്ന് കാലുത്താൻ വരെ പറ്റാത്ത അവസ്ഥയാണ് ഗൈസ്. വോട്ട് ഇടൂ. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഒരു ഫിഷിംഗ് ബോട്ട് കടലിലോട്ട് മീൻ പിടിക്കാൻ പോവാണ്. ആ ബോട്ടിൻ്റെ ബാക്കിൽ വേറൊരു കുഞ്ഞു ബോട്ടും കെട്ടി വിളിച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പോഴേക്കും നമ്മുടെ ഡിസ്ചാർജിങ് ഒക്കെ കഴിഞ്ഞു. ഹോൾഡൊക്കെ ഹോൾഡ് ക്ലീൻ ചെയ്യാൻ വന്ന പേലോഡർ ക്രെയിം വെച്ച് പൊക്കി കൊണ്ടുപോകണം. കപ്പലിലേക്ക് എത്ര വില വേണ്ടതെന്നുള്ള നമുക്കൊരു ടോയ് ആയിട്ട് വന്നോളൂ കേട്ടോ. അങ്ങനെ ഹോൾഡൊക്കെ നമ്മൾ വൃത്തിയാക്കാൻ തുടങ്ങി. കെമിക്കൽ വെച്ചിട്ട് ഈ അടിക്കണം തന്നെ ആ വൈറ്റ് സ്റ്റെയിൻസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നേരെ കടലിലെ വെള്ളം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഹോൾഡ് മൊത്തം ക്ലീൻ ചെയ്യും, ഹോസ് വെച്ച് അടിച്ചിട്ട്. അടുത്ത കാർഗോ ലോഡിയുള്ള പ്രിപ്പറേഷനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് ചോന്ന് കൊണ്ടുവന്ന 28,000 ടൺ ഉപ്പ് നമ്മൾ ഗോവയിൽ സേഫായിട്ട് ഇറക്കി. അപ്പോൾ തന്നെ നോക്കിയപ്പോൾ പട്ടികൾ വരെ ബീച്ചിൽ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സ്റ്റിൽ നമുക്കാണല്ലോ യോഗില്ല വോട്ടെവർ. അങ്ങനെ നമ്മൾ ഗുജറാത്തിലോട്ട് പിന്നെയും യാത്ര തുടങ്ങി വിൻഡ് മിൽ ലോഡ് ചെയ്യാൻ. അപ്പോൾ തന്നെ നമ്മൾ കരയിൽ വെച്ച് കണ്ട ഫിഷിംഗ് ബോട്ട് അവന്മാർ ഉൾക്കടലിലെത്തിയിട്ടാണ്. അപ്പോൾ അവന്മാരെ നമ്മൾ ഓവർടേക്ക് നേരെ ഗുജറാത്തിലെത്തി. പക്ഷേ ബെർത്തൊന്നും അവൈലബിൾ അല്ലാതെ തന്നെ നമ്മളോട് ആങ്കറിട്ട് നിൽക്കാൻ പറഞ്ഞു. നമ്മളെ പോലെ ആങ്കറിട്ട് ഒരുപാട് ഷിപ്പ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കണ്ട. അതിൻ്റെ ഇടയിൽ വേറൊരു ടൈപ്പ് ഷിപ്പ്. ഇത് എന്ത് ടൈപ്പ് ഷിപ്പാണോ ഗൈസ്. അങ്ങനെ എല്ലാവരും കൂടെ നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി വിൻഡ് മില്ലിലൂടെ US പോകണം. USക്കുള്ള അടുത്ത വോയേജിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.